താങ്കൾ ലൈഫിൽ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായി, താങ്കൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ താങ്കൾ ആക്സസ് ബാർ ഇങ്ങനെ റിസീവ് ചെയ്ത വ്യക്തിയാണ്. ഒരു കുറച്ച് റിസീവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും താങ്കൾക്ക് ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു കുന്തവും തോന്നില്ല. ഇറ്റ്സ് എ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ജീവിതകാലം മുഴുവൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആക്സസ് ബാർ എന്ന് പറഞ്ഞത്. കാരണം ഏറ്റവും സിമ്പിൾ ടെക്നിക്കിലൂടെ, ഏറ്റവും ഈസിയസ്റ്റ് വേയിലൂടെ എങ്ങനെ ലൈഫിനെ സ്മൂത്തൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ആക്സസിലൂടെ പഠിക്കുന്ന കാര്യം. ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ്സൊക്കെ എല്ലാവരും ഇഗ്നോർ ചെയ്യുക. സ്ട്രെസ്സ് എന്താ പറയുക, സഫർ ചെയ്ത് കൊണ്ടുപോവാണ്. കാരണം ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണോ, അല്ലെങ്കിൽ ഇതിന് കരകരായിട്ട് എന്താ ഓപ്ഷൻ, സൊല്യൂഷൻ ഒന്നുമില്ല. എല്ലാവരും ചുമ്മാ ഇങ്ങനെ ലൈഫിനെ സ്ട്രെസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കണം. മണി ബ്ലോക്സ് എന്ന് വെച്ചാൽ ടെമ്പററി. അത് നമുക്ക് പല ടൂൾസിൻ്റെ സഹായം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അതിലേറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ആക്സസ് ബാർ എന്ന് പറയുന്നത്. നമസ്കാരം. അമേസിംഗ് ഡേയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം മെസ്സേജ്, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഇന്ന് നമ്മോടൊപ്പം ദിവ്യ മാഡം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളുടെ ആക്സസ് ബാറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കുക. നിങ്ങളുടെ ലൈഫിലേക്കുള്ള ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ എല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നത്. മാഡത്തിന് സ്വാഗതം ചെയ്യാം. മാഡം നമസ്കാരം. നമസ്കാരം. ഈ ആക്സസ് ബാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. സാധാരണ നമ്മളൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മിണ്ടാതെ ഒരു 100 രൂപ വെച്ചിട്ട് ഉണ്ടാതെ അപ്പോൾ അവരൊരു ദക്ഷിണ പോലെയൊക്കെ വെച്ചിട്ട് പോവാം. പക്ഷേ ഇത് അങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റുമോ? ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ? ഇത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കൊണ്ട് ഇത് എങ്ങനെ ഇത്രയും എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പല ധാരണകളുണ്ട്. ഇതെങ്ങനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റും? അതായത് ആക്സസ് ബാർ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇതൊരു എക്സ്പെൻസീവ് അല്ല. കാരണം വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഓക്കെ. സോ കാരണം അതായത് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സ്. അതായത് ഈ ഒരു ആക്സസ് ബാർ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു സ്കില്ലും പഠിക്കും, പ്ലസ് നമുക്ക് വേണമെങ്കിൽ അതുകൊണ്ടൊരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ആക്സസിലൂടെ കിട്ടുന്ന കാര്യം. ഓക്കെ, ഇനി ഒരു ആക്സസിൻ്റെ ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ്, അതായത് ജീവിതകാലം മുഴുവനും നമ്മുടെ ലൈഫ് സംഭവിക്കും. ഒരാളുടെ ലൈഫ് സ്ട്രേറ്റ് ലൈൻ ഒന്നുമല്ലോ, അപ്സ് ആൻഡ് ഡൗൺസ് ഓക്കെ എന്താണല്ലോ. ഓക്കെ, സോ എന്ത് ഡൗൺ വന്നാലും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊരു ടൂൾ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. അതായത് ഇറ്റ്സ് എ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ജീവിതകാലം മുഴുവൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആക്സസ് ബാർ എന്ന് പറഞ്ഞത്. കാരണം ഏറ്റവും സിമ്പിൾ ടെക്നിക്കിലൂടെ, ഏറ്റവും ഈസിയസ്റ്റ് വേയിലൂടെ എങ്ങനെ ലൈഫിനെ സ്മൂത്തൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ആക്സസിലൂടെ പഠിക്കുന്ന കാര്യം. ഇനി ഇത് പഠിക്കാൻ താങ്കൾ പറഞ്ഞ പോലെ സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഡോക്ടേഴ്സ് തൊട്ട് സാധാരണ ഡെയിലി വേജസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. സോ എന്തുകൊണ്ടാണ് ഇവർ വരിക? റീസൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എല്ലാവർക്കും എല്ലാം പഠിക്കണം എന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. എത്ര പേര് സീരിയസ്ലി ഒരു ലൈഫിനെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്? ഓക്കെ, സീരിയസ്ലി ലൈഫിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ രക്ഷപ്പെടണം സ്റ്റക്കാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പറ്റുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരിക്കലും പൈസ നോക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ത്രൂ ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഒരു മെഡിക്കൽ എമർജൻസി വന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ഇൻകം 20,000 ഉള്ളെന്ന് വിചാരിക്കുക പെർ മന്ത്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ എക്സ്പെൻസ് 1 lakh rupees, ഇൻഷുറൻസ് ഒന്നുമില്ല, 1 ലക്ഷം രൂപ. ഇദ്ദേഹം ആ എക്സ്പെൻസ് എടുക്കില്ലയോ? എടുക്കും. അറ്റ് എനി കോസ്റ്റ് എടുക്കും. കാരണം എന്താ? ലൈഫ്, ജീവിതമാണ്. ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, അത് മെഡിക്കൽസ് നമ്മൾ കരുതുന്ന ആൾക്കാർ, എസ്പെഷ്യലി മലയാളീസിന്റെ കാര്യമാണ് പറഞ്ഞത്, മെഡിക്കൽ എമർജൻസി മാത്രമാണ് എമർജൻസി ആയിട്ട് കരുതുന്ന ആൾക്കാർ ഇവിടെ. ഓക്കെ, വേറെ ഒന്നും ഇവരുടെ ലൈഫിൽ എമർജൻസി അല്ല എന്നുള്ളതാണ് സത്യം. ലൈഫ് എങ്ങനെയും പൊക്കോട്ടെ, പക്ഷെ മെഡിക്കൽ എമർജൻസി. അപ്പൊ ചിലർ പറയായിരിക്കും മെഡിക്കൽ എമർജൻസി പോലെയാണ് ബാക്കിയുള്ള എമർജൻസി എന്നുള്ള കാര്യം. എല്ലാവരും മനസ്സിലാക്കി. ഞാൻ എൻ്റെ ബൈ പ്രൊഫഷൻ ഒരു നേഴ്സാണ്. അവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ ഒരു എല്ലാ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസിന്റെ പ്രൈമറി ഈറ്റിയോളജി അല്ലെങ്കിൽ കോസ് എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു എക്സാമിന് നമുക്ക് കോഴ്സും കാര്യങ്ങളും പത്തോളജി ഒക്കെ എഴുതാം. അപ്പോൾ കോഴ്സ് എഴുതുമ്പോൾ തന്നെ എല്ലാത്തിനും സ്ട്രെസ് എഴുതും. കാരണം എന്താ? ഇറ്റ്സ് എ കോമൺ ഫാക്ട്, കോമൺ ഈറ്റിയോളജി. അതാണ് സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം. ഈ സ്ട്രെസ് ഡിഫറെൻറ്റ് ടൈപ്പ് സ്ട്രെസ് ഉണ്ട്. ഓക്കെ, ജോലിയിൽ സ്ട്രെസ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ട്, റിലേഷൻഷിപ്പ്
സ്ട്രെസ് ഉണ്ട്, ഓക്കെ, ടോക്സിക് റിലേഷൻഷിപ്പിന്റെ സ്ട്രെസ് ഉണ്ട്, ഫാമിലിയിലുള്ള സ്ട്രെസ്, ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ്സൊക്കെ എല്ലാവരും ഇഗ്നോർ ചെയ്യുക. സ്ട്രെസ് എന്താ പറയുക, സഫർ ചെയ്ത് കൊണ്ടുപോവാണ്. എന്നാൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണോ, അല്ലെങ്കിൽ ഇതിന് കരകരായിട്ട് എന്താ ഓപ്ഷൻ, സൊല്യൂഷൻ ഒന്നൊന്നുമില്ല. എല്ലാവരും ചുമ്മാ ഇങ്ങനെ ലൈഫിനെ സ്ട്രെസ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു സ്ട്രെസ് ഇസ് വെരി ഡേഞ്ചർ. ഈ ഒരു സ്ട്രെസ്സാണ് ഈ ഒരു മെഡിക്കൽ എമർജൻസിയിലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്ന കാര്യം. മനസ്സിലായോ? ഓക്കെ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ഹാപ്പി ആയിട്ട്. പക്ഷേ ഇതൊരു സന്തോഷം ഇല്ലാതെ സ്ട്രെസ് അടിച്ച് ഇത് ഒക്കെ എല്ലാവരും പറയും, നമ്മൾ പറയാൻ ഈസി എന്നുള്ള കാര്യം പറയും. ഇത് പറയാൻ ഈസി അല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. കാരണം ഞാനൊരു കടന്നു പോയതാണ്. അപ്പൊ എനിക്കറിയാം ഈ സ്ട്രെസ് എന്ന് പറയുന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ക്രൈസിസ് എന്ന് പറയുന്നോ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. ഈ ക്രൈസിസിന്റെ കാര്യം പറയുമ്പോൾ ഞാനിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു 20-30 സ്റ്റാഫ് ഉള്ളത്, അല്ലെങ്കിൽ 100ഓളം സ്റ്റാഫുകളുള്ള ഒരു കമ്പനി നടത്തുന്ന ഒരാളാണെന്ന് വെച്ചാൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഉണ്ടാവും. കാര്യം മണി ബ്ലോക്ക് വരും, ചിലപ്പം സാലറി കൊടുക്കേണ്ട സമയത്ത് അവർക്ക് ഫണ്ട് റെഡിയായി വരില്ല, പല ബില്ലുകളും മാറില്ല, അങ്ങനെയൊക്കെ പ്രശ്നം വരുമല്ലോ അവർക്ക്. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ ആക്സസ് ബാർ അവർക്ക് വർക്കൗട്ട് ആവും? എനിക്ക് തോന്നുന്നു എത്ര ആൾക്കാർ ആക്സസ് ബാറിനെ കുറിച്ച് അറിയാമെന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് സ്റ്റിൽ ഡൗട്ടാണ്. പക്ഷെ ആക്സസ് ബാർ എങ്ങനെ വർക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ 32 പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ 32 പോയിന്റ്സിലും കുറെ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും അല്ലെങ്കിൽ മണി ബ്ലോക്സ് എല്ലാം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ്. ഈ മണി ബ്ലോക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മണി ബ്ലോക്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മൾ കേട്ടറിഞ്ഞ സംഭവങ്ങൾ അക്യുമുലേറ്റ് സബ് കോൺഷ്യസ് മൈൻഡിൽ അക്യുമുലേറ്റ് ചെയ്യുവാണ് ചെറുപ്പകാലം തൊട്ട്. അതായത് താങ്കളുടെ ചൈൽഡ്ഹുഡിൽ താങ്കളുടെ ഫാമിലി ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുവാണ്. അപ്പൊ അച്ഛനമ്മയും പറഞ്ഞല്ലോ ഇത് നമുക്ക് പറ്റിയത് പൈസ ഉള്ളവന് പറഞ്ഞേക്കുന്നതാണ് എന്ന് പറയാണ്. ഓക്കെ, അത് നമുക്ക് പൈസ, അവർക്ക് പൈസ, അവർ പണക്കാരാണ്, അവർക്ക് പൈസ ഉണ്ട്, നമുക്കില്ല എന്ന് പറയാണ്. സോ ഓട്ടോമാറ്റിക് എന്താ, ഓക്കെ നമുക്ക് പൈസ ഇല്ല, ഇത് ഓൾറെഡി താങ്കളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടപ്പുണ്ട്, സ്റ്റോർ ആയി കിടപ്പുണ്ട്, ക്ലിയർ ആയി. അപ്പൊ താങ്കൾ വലുതായി വരുമ്പോഴത്തേനും എന്താണ് ഇതൊക്കെ അവിടെ പോയോ. പിന്നെ വലുതാവുന്ന ടൈം വരെ ഉണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്. താങ്കൾ ആഗ്രഹിച്ച പല കാര്യം താങ്കൾ കിട്ടിയിട്ടുണ്ടാവില്ല, മേടിച്ച ഫാമിലിക്ക് പൈസ ഉണ്ടായെന്ന് കാണത്തില്ല, മനസ്സിലായി. ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യുന്നു എന്നാണ് റിയാലിറ്റി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ വരുന്ന കഴിയുമ്പോ എന്ത് ചെയ്യും, നമ്മളൊരു ഏർണിംഗ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ജോലി എടുത്ത സർവൈവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് റിയലൈസ് ചെയ്യുന്ന സംഭവമുണ്ട്, ഒരു പീരീഡ് ഉണ്ട്. ഓക്കെ, പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ പൈസ അതേപടി പോകും. അതായത് ഇപ്പൊ താങ്കൾക്ക് ഒരു പുതിയ ജോലി കയറി, ഓക്കെ, നല്ല സാലറി ഉണ്ട്, ഒരു 3-4 മാസം താങ്കൾ ആ സാലറി കൊണ്ട് ഓക്കെ ആയിരിക്കും. 5ാമത്തെ മാസം തൊട്ട് താങ്കളുടെ സാലറി കുറവും എക്സ്പെൻസ് കൂടുതലുമായിരിക്കും. ഓക്കെ, ഇറ്റ്സ് എ നോർമൽ തിങ്. ഓക്കെ, ഒരു എംപ്ലോയി ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവർക്കെല്ലാം ഇതിന്ന് മാറണം, ഒരു ബിസിനസ് ചെയ്യണം, മുമ്പോട്ട് പോകണം എന്നൊക്കെ സംഭവമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മണി ബ്ലോക്സ് അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് കേട്ട കാര്യമുണ്ട്, പൈസ ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു അവരെ കൊണ്ട് ഇതൊക്കെ പറ്റും, നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്ക് പൈസ ഉണ്ടാക്കി എടുക്കാനുള്ളതൊന്നും ഇല്ല, മനസ്സിലായി. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പൊ ഇത് ബ്ലോക്ക് നമുക്കൊന്നും നടക്കില്ല. അതായത് തടസ്സങ്ങൾ ചെയ്യാതിരിക്കും, തടസ്സങ്ങൾ വരും, റെസിസ്റ്റൻസ് വരും, അതുപോലെ തന്നെ പൈസ വരും, പൈസ ഏത് വഴിക്ക് പോകുന്നുള്ള കാര്യങ്ങൾ അറിയില്ല, നമുക്ക് സേവിങ്സ് ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ മണി ബ്ലോക്സ് ഇസ് എ ടെമ്പററി, മനസ്സിലായോ. നമ്മളത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണി ബ്ലോക്സിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതെ ഓക്കെ ഇങ്ങനെ സംഭവം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലാക്കണം, മണി ബ്ലോക്സ് എന്ന് വെച്ചാൽ ടെമ്പററി. അത് നമുക്ക് പല ടൂൾസിന്റെ സഹായം കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിലേറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ആക്സസ് ബാർ എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുതരും. ഇനി ആക്സസ് ബാർ പഠിച്ചതൊക്കെ സെൽഫായിട്ട് റിസീവ് ചെയ്യാൻ പറ്റും, അതുപോലെ അല്ലെങ്കിൽ വേറെ ആളിൽ നിന്ന് റിസീവ് ചെയ്തെടുക്കാനും പറ്റും. ഇത് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ബ്ലോക്സിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മനസ്സിലായി. അത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സ്പേസ് ജനറേറ്റ് ആയിട്ട് നമുക്ക് കുറെ ക്ലാരിറ്റി വരും നമ്മുടെ ലൈഫിലേക്ക്. ഈ റിലീസ് ചെയ്യാന്ന് പറയുമ്പോഴേ എന്റെ ഉള്ളിലുള്ള ചിന്തകളെയാണോ കളയുന്നത്? നമ്മളെ ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് ഇപ്പം താങ്കളൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. താങ്കൾ ലൈഫിൽ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായി, താങ്കൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ താങ്കൾ ആക്സസ് ബാർ ഇങ്ങനെ റിസീവ് ചെയ്തൊരു വ്യക്തിയാണ്. ഒരു കുറച്ച് റിസീവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും താങ്കൾക്ക് ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കുന്തവും തോന്നില്ല. അതിനു മുമ്പ് താങ്കൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ താങ്കൾക്ക്
ഭയങ്കര സങ്കടമോ കരച്ചിലോ അല്ലെങ്കിൽ ടെൻഷനോ ഒക്കെയാണ്, ഇറിറ്റേഷൻ ഒക്കെയാണ് വന്നിരുന്നെങ്കിൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് വരുമ്പോൾ ഒന്നും തോന്നില്ല. അത് സാധാരണ സംഭവമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും മുമ്പ് ചില സാധനങ്ങൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾ സെൽഫായിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല, തോന്നിയിട്ടുണ്ട്. അതൊരു മെച്ചൂരിറ്റിയുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകുന്ന സംബന്ധം ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ ലൈഫ് എക്സ്പീരിയൻസും ഈ ആക്സസ് ബാറുമായിട്ട് ഇല്ല അത് അങ്ങനെ ഒരു ലൈഫ് നമ്മുടെ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, താങ്കളൊരു 10 പേർക്ക് കടം കൊടുത്തു, 10 പേരും തിരിച്ചെന്നില്ല, 11 ഒരാൾക്ക് താങ്കൾ വീണ്ടും കടം കൊടുത്ത് താങ്കളൊരു പൊട്ടനാന്നേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ആ എക്സ്പീരിയൻസ് നോ പറഞ്ഞത് നോ പറയാൻ പറ്റണം. ഓക്കെ, നമുക്ക് അത് പൈസ കൊടുത്ത് പൈസ നമുക്ക് തിരിച്ചു മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഇതിനാ. പിന്നെ ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് പറ്റാത്തോണ്ട് തരാതിരിക്കുന്ന കുറെ ആൾക്കാർ, അവർക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അവരുടെ ഗതികേടുകൊണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് തരാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. സോ അവിടെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ അവരുടെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ അതിനെ എന്താ പറയുക, നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ, അൺഗ്രേറ്റ് ആൻഡ് ഡിസ്ട്രോയ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് ആക്സസ് ബാർ പഠിപ്പിച്ചിരുന്ന കാര്യം. മനസ്സിലായി? എല്ലാത്തിനും അൺഗ്രേറ്റ് ആൻഡ് ഡിസ്ട്രോയ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, നമുക്ക് മണി ഫ്ലോസ് കൂട്ടാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സാധിക്കും. കാരണം ആക്സസ് ചെയ്യുന്ന ഒരു കഷ്ടപ്പെടുന്ന ഒരാള് തരാൻ പറ്റുന്നില്ല, അവരുടെ സാഹചര്യം. യെസ്, അതായത് ഞാൻ പറഞ്ഞത് പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരാൾക്കും പൈസ കൊടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണിയാണ്. കാരണം എന്താ, നമ്മൾ അവർ തരും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. മനസ്സിലായി? കൊടുത്തോ, പക്ഷെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് ഇവർ തിരിച്ചു തരും എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ചിന്തിച്ച് നമ്മുടെ മണി വീണ്ടും ബ്ലോക്ക് ആക്കി നമ്മൾ വേറെ കാര്യത്തിലേക്കൊക്കെ പോകും. മാഡം, ഇത് പറഞ്ഞതുകൊണ്ട് ഞാനൊരു വേറൊരു കാര്യം കൂടെ ചോദിക്കാം. എന്ന് വെച്ചാൽ ഈ കടക്കാര് എനിക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, ഞാൻ ജെനുവിനാണ്, പക്ഷെ എനിക്ക് എങ്ങനെയും തിരിച്ചു കൊടുക്കണം, ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്, അവർക്ക് എങ്ങനെ ഈ ആക്സസ് ബാർ അവർക്കൊന്ന് സഹായം എങ്ങനെ കിട്ടും? അവർക്കൊരു സഹായമാവുന്ന എങ്ങനെയാണ് ഈ ആക്സസ്? ഓക്കെ, ഈ ആക്സസ് ബാർ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്ന ടെക്നിക്കാണെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് തൊട്ട് ആക്സസ് ബാർ റിസീവ് ചെയ്യാനും പറ്റും, പഠിച്ചെടുക്കാനും പറ്റും. ഓക്കെ, ഇനി ഇത് നിർബന്ധമായിട്ട് ആരൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് വന്നിട്ട് പറയാം. ഓക്കെ, ഒന്ന്, ലൈഫിൽ ഇനി ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഓക്കെ, കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ, അത് ഇനിയും മുമ്പോട്ട് ഇല്ല എന്ന് ചിന്തിക്കാറ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് എന്താ പറയുക, ഇഷ്യൂസിനെ കുറിച്ച് മാത്രമേ ചിന്ത, പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ കുറിച്ചും ഇവർക്കും എന്താ സ്വസ്ഥത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ഈ സ്വസ്ഥത ഇല്ലാത്തവർക്കൊന്നും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വർക്ക് ആകത്തില്ല. കാരണം അവിടെ വിഷ്വലൈസേഷൻ വേണം, ഇന്നർ ബിലീഫ്സ് വേണം, എനിക്ക് ഓൾറെഡി ഇത് കൊടുക്കാൻ കൊടുത്തു എന്നുള്ള സംഭവം വേണം. ഇതൊക്കെ അതൊന്നും മാനിഫെസ്റ്റേഷൻ ഒന്നും ഈസി ആയിട്ട് വർക്ക് ആകത്തില്ല അവർക്ക്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ആക്സസ് ബാർ. കാരണം എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെന്റ്സ് ക്വിക്ക് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോഴത്തേനും പോസിബിലിറ്റീസ് കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് വരും. മനസ്സിലായി? അതായത് എങ്ങനെയാണ് പൈസ നമ്മളിലേക്ക് എത്താണെന്നുള്ള പോസിബിലിറ്റീസ് കൂടുതലായിട്ട് വരികയും ചെയ്യും. നമുക്ക് ഈ ആക്സസ് റിസീവ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കൂടും, ഹോപ്സ് ആൻഡ് ഡ്രീംസ് കൂടും. ഓക്കെ, ക്രിയേറ്റിവിറ്റി കൂടും. ഈ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ ഹോപ്സ് ആൻഡ് ഡ്രീംസ് ഒക്കെ വർക്ക് ആകുമ്പോഴാണല്ലോ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. വരുള്ളൂ, അല്ലെ പോകാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും സൊല്യൂഷൻ അൾട്ടിമേറ്റ് നമ്മൾ തന്നെയാണ്. വേറെ ദൈവം ഇറങ്ങി വന്ന് ഒന്നും ചെയ്യുന്നൊന്നും ഒരാളും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, ദൈവം വേണമെങ്കിൽ ഒരു പോസിബിലിറ്റീസ് കൊണ്ട് തരുമായിരിക്കും നമ്മുടെ മുമ്പിലേക്ക്, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എത്രയോ ആൾക്കാരെ കണ്ടിരിക്കുന്നു, പൊളിഞ്ഞിരുന്നിട്ട് സക്സസ് ആയ എത്രയോ ആൾക്കാരെ കണ്ടിരുന്നു. ഇവരൊക്കെ എങ്ങനെയായി? ഇവരൊക്കെ അയ്യോ ഞാൻ തീർന്നെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരല്ല, വാട്ട് ഈസ് നെക്സ്റ്റ്, എന്ത് പോസിബിലിറ്റി ഉള്ളതെന്ന് ചിന്തിച്ച ആൾക്കാരാണ്. മനസ്സിലായി? എൻ്റെ അടുത്ത് എനിക്ക് ഓക്കെ ഞാൻ സമ്മതിച്ചു, അക്സെപ്റ്റ് ചെയ്യുന്നു, ഓക്കെ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിച്ച ആൾക്കാരുടെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ. സോ ഈ ആൾക്കാർ ഇപ്പം നമുക്ക് ആക്സ് പഠിച്ചെടുക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ ഒന്ന് എന്തെങ്കിലും ട്രോമാസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ. ഓക്കെ, പിന്നെ ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ പോയ ആൾക്കാർ, അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈറ്റ് ആയിട്ടുള്ള പിള്ളേർ. കാരണം ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇറ്റ്സ് എ സൈക്കിൾ, അതായത് സൈക്കിളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ളത്. ഭയങ്കര ഡേഞ്ചറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു അച്ഛനും അമ്മയും ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുവന്ന പിള്ളേർക്ക് ഒരു ഇൻറ്റിമസി ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, അവർക്ക് പേടിയായിരിക്കും, അവർക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പേടിയായിരിക്കും. അവിടെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ട്, ഇത് സൈക്കിളാണ്. അപ്പോൾ എപ്പോഴും ഓർക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്ത മാതാപിതാക്കളോ ഡിവോഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പ് കണ്ട പിള്ളേർക്ക് ആക്സസ് ബാർ ഉള്ള കാര്യങ്ങൾ
ചെയ്തു കൊടുക്കുക. കാരണം ആ ഒരു സൈക്കിൾ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും എന്തായാലും മാഡം പറഞ്ഞത് ഇപ്പം ഈ ആക്സസ് ബാറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ തന്നെ ഇത് പഠിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും സംസാരിച്ചാൽ മാത്രം ഇത് നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല. പക്ഷെ അതിന് കൂടുതൽ അറിയാനായിട്ട് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. പല കാര്യങ്ങളും ഇവിടെ പറയാൻ പറ്റില്ല. അതിൻ്റെ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് മാത്രം മാഡം ഇതൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി അതിലേക്ക് കയറാനുള്ളൊരു വഴിയാണ് മാഡം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മാഡം അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെയാണ്.